ഹായ്, എല്ലാവർക്കും സൈലന്റ് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ LD എക്സാമുമായി ബന്ധപ്പെട്ട് ഇനി അവസാന കണ്ട പോരാട്ടങ്ങളിലായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ നമുക്ക് ഈ എക്സാമുമായി ബന്ധപ്പെട്ട് ആർട്ട് ആൻഡ് കൾച്ചർ പാഠഭാഗത്ത് നിന്നും നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ എക്സാമിനെല്ലാം PSC ചോദിച്ച പോർഷനിൽ നിന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് പോകാം. അതിനോടൊപ്പം നിങ്ങളോടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എന്ത് ചെയ്യാണ് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അതിലൊന്ന്, നമ്മൾ ഈ വരുന്ന ജൂലൈ മാസം 20-ാം തീയതി മുതൽ നമ്മൾ നമ്മുടെ ആപ്പിൽ ഒരു LDC ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. LDC അവസാനഘട്ട മിനുക്ക് പണികൾക്ക് വേണ്ടി ഇരിക്കുകയും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓട്ടിച്ചു നോക്കി ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്ക് ചെയ്ത് നമ്മുടെ ഒരു ലെവല് നമുക്കൊന്നുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യാം, ഈ ബാച്ചിൽ ഒന്ന് ജോയിൻ ചെയ്യാം. കാര്യം 25 മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റാണ് നമ്മൾ പ്രധാനമായിട്ടും പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് നിങ്ങൾക്ക് വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ശേഷം നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൈലന്റ് BSc നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ടെസ്റ്റ് ബാച്ച് സീരീസ് ആണ്. LDC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യാം, ചാനലിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം എന്ത് ചെയ്യുക, ഇത് കോഴ്സ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് മെല്ലെ ക്ലാസ്സിലോട്ട് പ്രവേശിക്കാം. ഈ കഴിഞ്ഞ പോലീസ് കോൺസ്റ്റബിള് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലാരൂപങ്ങൾ ഏത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ, അല്ലേ? നമ്മൾ മിക്കവാറും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും കൂടിയായിരിക്കും, അല്ലേ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയെന്നായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുക. അതിൽ ഓപ്ഷൻ എയിൽ കഥകളിയും ഓട്ടം തുള്ളലും തന്നായിരുന്നു. ഓപ്ഷൻ ബിയിൽ തെയ്യം കൂടിയാട്ടവും തന്നായിരുന്നു. ഓപ്ഷൻ സിയിൽ കൂടിയാട്ടവും പടയണിയും തന്നായിരുന്നു. ഓപ്ഷൻ ഡിയിൽ കൂടിയാട്ടവും മുടിയേറ്റ് തന്നിരിക്കുന്നു, അല്ലേ? നമുക്കറിയാം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കേരളീയ കലാരൂപം അല്ലെങ്കിൽ ആദ്യ ഭാരതീയ കലാരൂപം ചോദിച്ചാലും ഏത് തന്നെയാണ്, കൂടിയാട്ടമാണ്, അല്ലേ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ കേരളീയ കലാരൂപം അല്ലെങ്കിൽ ആദ്യ ഭാരതീയ കലാരൂപം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്, കൂടിയാട്ടമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടിയാട്ടത്തെ അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടി എന്നാണ് ആര് വിശേഷിപ്പിച്ചു? യുനെസ്കോ വിശേഷിപ്പിച്ചു. അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപം കൂടിയാണ് കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഭാരതീയ കലാരൂപം ചോദിച്ചാലും ആദ്യ കേരളീയ കലാരൂപം ചോദിച്ചാലും ഏത് തന്നെയാണ്, അത് കൂടിയാട്ടമാണ്. കൂടിയാട്ടം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഒന്ന് അഭിനയത്തിന്റെ അമ്മയെന്നും അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി, അല്ലേ? 2 വിശേഷണം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ കൂടിയാട്ടത്തിന് നമ്മൾ 2 വിശേഷണങ്ങൾ നൽകിയിരിട്ടുണ്ട്. ഒന്ന് അഭിനയത്തിന്റെ അമ്മയെന്നും കലകളുടെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന കലാരൂപം ചോദിച്ചാലും ഏത് തന്നെയാണ്, അത് കൂടിയാട്ടമാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ കലാരൂപം അല്ലെങ്കിൽ ആദ്യ കേരളീയ കലാരൂപം ചോദിച്ചാലും ഏത് തന്നെയാണ്, കൂടിയാട്ടമാണ്. അപ്പൊ കൂടിയാട്ടമുണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷെ ആ 3 ഓപ്ഷനിനകത്തും കൂടിയാട്ടമുണ്ട്. തെയ്യവും കൂടിയാട്ടവും എന്ന് തന്നിരിക്കുന്നു, കൂടിയാട്ടവും പടയണി എന്ന് തന്നിരിക്കുന്നു, കൂടിയാട്ടവും മുടിയേറ്റും എന്ന് തന്നിരിക്കുന്നു. ഒന്ന് നമുക്ക് കൂടിയാട്ടമാണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2001 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം എന്ന് നമുക്കറിയാം. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടിയാട്ടത്തിന്റെ കുലപതി, അല്ലേ? കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അമ്മന്നൂർ മാധവ ചാക്യാർ, അല്ലേ? അമ്മന്നൂർ മാധവ ചാക്യാരെ നമുക്ക് കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം 71 അല്ലെ 71 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. ആ ചാക്യാരെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രത്തെ നമുക്ക് ചാക്യാർ എന്നും
സ്ത്രീ കഥാപാത്രത്തെ നങ്ങ്യാർ എന്നും വിശേഷിപ്പിക്കാം. ചാക്യാര് മാത്രം അവതരിപ്പിക്കുന്നതാണ് ചാക്യാർ കൂത്ത്, നങ്ങ്യാര് മാത്രം അവതരിപ്പിക്കുന്നതാണ് നങ്ങ്യാർ കൂത്ത്. രണ്ടുപേരും കൂടി ജോയിന്റ് ആകുമ്പം എന്തായി നമുക്ക് കൂടിയാട്ടം എന്ന് വിശേഷിപ്പിക്കാം. കൂടിയാട്ടം ഒരു സംസ്കൃത നാടകമാണ് അല്ലേ? ഒരു സംസ്കൃത നാടകമാണ് കൂടിയാട്ടം എന്ന് പറയുന്ന ഒരു സംസ്കൃത നാടകമാണ്. പക്ഷെ കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കുവാൻ അവകാശമുള്ള വ്യക്തിയുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കും, വിദൂഷകൻ അല്ലേ? കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കുവാൻ അവകാശമുള്ള വ്യക്തിയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? വിദൂഷകൻ എന്ന് വിളിക്കുന്നത്. പിന്നെ PSC നമ്മളോട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കൂടിയാട്ടം പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാൻ വേണ്ട ദിവസം അല്ലേ? മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടായിരിക്കും, 41 ദിവസമാണ്. കൂടിയാട്ടം പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാനുള്ള ദിവസം ചോദിക്കുകയാണെങ്കിൽ എത്ര ദിവസമാണ്? 41 ദിവസമാണ്. കൂടിയാട്ടം പൂർണ്ണമായിട്ടും അവതരിപ്പിക്കാനുള്ള ദിവസമാണ് 41 ദിവസം. ഈ 41 ദിവസം കൂടിയാട്ടം അവതരിപ്പിക്കുന്ന സ്ഥലം അറിയപ്പെടുന്ന പേര് കൂത്തമ്പലം എന്ന പേരിലാണ്. കൂടിയാട്ടം അവതരിപ്പിക്കുന്ന ആ സ്ഥലം അറിയപ്പെടുന്ന പേര് ഏതാണ്? കൂത്തമ്പലം എന്ന പേരിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവതരിപ്പിക്കേണ്ട ദിവസം നമ്മൾ പഠിച്ചു 41 ദിവസം. പിന്നെ സ്ഥലം കൂത്തമ്പലം എന്ന പേരിലാണ്. കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രത്തെ ചാക്യാരെന്ന് വിശേഷിപ്പിച്ചു. കൂടിയാട്ടത്തിലെ സ്ത്രീ കഥാപാത്രത്തെ നമ്മൾ നങ്ങ്യാരെന്ന് വിശേഷിപ്പിച്ചു. ഇതൊരു സംസ്കൃത നാടകമാണ് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. എന്നാൽ അവിടെ മലയാളത്തിൽ സംസാരിക്കുവാൻ അവകാശമുള്ള വ്യക്തിയാണ് വിദൂഷകൻ എന്ന് പറഞ്ഞായിരുന്നു. കുലപതി ചോദിക്കുകയാണെങ്കിൽ അമ്മന്നൂർ മാധവ ചാക്യാർ എന്നും പഠിച്ചു. അമ്മന്നൂർ മാധവ ചാക്യാർ. മുന്നേ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു, അഭിനയത്തിന്റെ അമ്മയെന്നും കലകളുടെ മുത്തശ്ശി എന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി മറ്റൊരു കൃതി ഇവിടെ പറയാൻ പോവുകയാണ്. ഒരു കൃതി ഒന്ന് പറയാൻ പോവുകയാണ്. നാട്യ കൽപദ്രുമം അല്ലേ? നാട്യകൽപദ്രുമം കൂടിയാട്ടത്തിന്റെ മാതാവ് അല്ലെങ്കിൽ കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം. കൂടിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്ന കൃതി. നാട്യകൽപദ്രുമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് PSC ചോദിച്ചു. ഏതാണ്? അത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നാട്യകൽപദ്രുമം രചിച്ചിരിക്കുന്നത് മാണി മാധവ ചാക്യാറാണ്. മാണി മാധവ ചാക്യാറാണ്. ഇവിടെ ഒരു കാര്യം ഒന്ന് ഞാൻ രേഖപ്പെടുത്തുന്നു. അമ്മന്നൂർ മാധവ ചാക്യാർക്ക് 1981 പത്മശ്രീ പുരസ്കാരം. മാണി മാധവ ചാക്യാർക്ക് 1974 പത്മശ്രീ പുരസ്കാരം. മാണി മാധവ ചാക്യാർക്ക് പത്മശ്രീ പുരസ്കാരം കൊടുത്തു. 1974 മാണി മാധവ ചാക്യാർക്ക് പത്മശ്രീ പുരസ്കാരം. അമ്മന്നൂർ മാധവ ചാക്യാർക്ക് 81 പത്മശ്രീ പുരസ്കാരം. ഓക്കെ, അപ്പോ നാട്യകൽപദ്രുമം ആരെഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെഴുതിയിരിക്കുകയാണ്? അത് മാണി മാധവ ചാക്യാരുടെ കൃതിയാണ് നാട്യകൽപദ്രുമം എന്ന് പറയുന്നു. മുന്നേ നടന്ന സിവിൽ എക്സൈസിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ അല്ലേ? കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാണി മാധവ ചാക്യാർ എന്നറിയപ്പെടുന്ന. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരനാണ് മാണി മാധവ ചാക്യാർ. PSC അത് സ്റ്റേറ്റ്മെന്റിലാണ് നമ്മളോട് ചോദിച്ചത്. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മാണി മാധവ ചാക്യാർ. പിന്നെ തന്നിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം 74 കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് നാട്യകൽപദ്രുമം. കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യകൽപദ്രുമം എന്നറിയപ്പെടുന്ന കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട ഒരു 2 കാര്യങ്ങളെന്ന് 2001 യുനെസ്കോ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി അല്ലേ? 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി എന്നറിയപ്പെടുന്ന വ്യക്തി. യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ചതാണ്. മാർഗി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന ഒരു സംഘടനയാണ് മാർഗി എന്ന് പറയുന്നത്. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന ഒരു സംഘടനയാണ് മാർഗി. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. സോ മാർഗി സ്ഥാപിക്കുന്ന D അപ്പുക്കുട്ടൻ നായർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. D അപ്പുക്കുട്ടൻ മാർഗി സ്ഥാപിക്കുന്നു.
പക്ഷേ 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് മാർഗീയ സതിയാണ്. മാർഗീയ സതി. ആ 2001 തന്നെ യുനെസ്കോ കൂടിയാട്ട ഗുരുവായി അംഗീകരിച്ച വ്യക്തിയാണ് PKG നങ്ങിയാർ. 2001 യുനെസ്കോ കൂടിയാട്ട ഗുരുവായിട്ട് അംഗീകരിച്ച ഒരു വ്യക്തിയാണ് PKG നങ്ങിയാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. PKG നങ്ങിയാർ അദ്ദേഹം 2023 അദ്ദേഹം അന്തരിക്കുകയാണ്. PKG നങ്ങിയാർ അന്തരിച്ചു കഴിഞ്ഞു. പക്ഷേ 2001 യുനെസ്കോ കൂടിയാട്ട ഗുരുവായിട്ട് അംഗീകരിച്ച ഒരു വ്യക്തിയാണ് PKG നങ്ങിയാർ. അതിനേക്കാൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം ഇദ്ദേഹത്തിലൂടെയുണ്ട്. ഇദ്ദേഹം കൂടിയാട്ടം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് PKG നങ്ങിയാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ കൂടിയാട്ടം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് PKG നങ്ങിയാരാണ്. അന്തരിച്ചു അദ്ദേഹം. 2001 യുനെസ്കോ കൂടിയാട്ട ഗുരുവായിട്ട് അംഗീകരിച്ച ഒരു വ്യക്തിയും കൂടിയാണ് PKG നങ്ങിയാർ. നമ്മൾ ചോദ്യം വരാം, 2001 യുനെസ്കോ കൂടിയാട്ട ഗുരുവായിട്ട് അംഗീകരിച്ച വ്യക്തി 2023 അന്തരിച്ചു. താഴെ തന്നിരിക്കുന്ന ആര് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ആരാണ്? അത് PKG നങ്ങിയാരാണ്. PKG നങ്ങിയാറാണ്. അപ്പൊ 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തി അത് മാർഗീയ സതിയാണ്. 2001 യുനെസ്കോ കൂടിയാട്ട ഗുരുവായിട്ട് അംഗീകരിച്ച വ്യക്തി അത് PKG നങ്ങിയാറാണ്. രണ്ടും ഓർത്തിരിക്കുക. ഇനി അറിഞ്ഞിരിക്കുക മാർഗീയ സതിയുടെ ആത്മകഥ അത് രംഗശ്രീ എന്നാണ്. മാർഗീയ സതിയുടെ ആത്മകഥയാണ് രംഗശ്രീ. മാർഗീയ സതിയുടെ ആത്മകഥയാണ് രംഗശ്രീ എന്ന് പറയുന്നത് മാർഗീയ സതിയുടെ ആത്മകഥയാണ്. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ച ആദ്യ കൂടിയാട്ടം അത് തോരണ യുദ്ധമാണ്. യുദ്ധം കേരളത്തിന് പുറത്ത് അവതരിപ്പിച്ച ആദ്യ കൂടിയാട്ടമാണ് തോരണ യുദ്ധം. തോരണ യുദ്ധം എവിടെ അവതരിപ്പിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചെന്നൈയിലാണ് അവതരിപ്പിക്കുന്നത്. ചെന്നൈയിൽ. അപ്പൊ യുനെസ്കോ അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട കേരളീയ കലാരൂപം അല്ലെങ്കിൽ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിക്കൊടുത്ത ഒരു കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. അപ്പോൾ യുനെസ്കോ 2001 കൂടിയാട്ടത്തെ അംഗീകരിക്കുന്നു. അതോടൊപ്പം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം അത് മുടിയേറ്റാണ്. നമ്മൾ ഓപ്ഷനും നോക്കിക്കേ ഇല്ലേ? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ 2 കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് കൂടിയാട്ടം, മറ്റൊന്ന് മുടിയേറ്റ് എന്നുള്ളതാണ്. കൂടിയാട്ടവും മുടിയേറ്റും നമ്മളിതാ ഓർക്കുകയാണ്. രണ്ടാമത്തെ കലാരൂപം ഈ തന്നിരിക്കുന്ന മുടിയേറ്റാണ്. മുടിയേറ്റ്. ഇങ്ങനെ ഒരു ഓപ്ഷനിൽ നമുക്കൊരു പക്ഷേ മുടിയാട്ടം എന്നു തരാം. തെറ്റരുത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ചോദിക്കുകയാണെങ്കിൽ അത് മുടിയേറ്റാണ്. മുടിയാട്ടം എഴുതരുത്. മുടിയേറ്റ്. മുടിയേറ്റ് ഏത് വർഷം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2010 ഇടം നേടുന്നത്. 2010. നേരത്തെ നമ്മൾ പഠിച്ചു അത് 2001. ആ ഒന്നിനെ വേണമെങ്കിൽ ഇതിന് ഇപ്പുറത്തോട്ടിട്ടാലും മതി. 2010 മുടിയേറ്റ് എടുക്കും. ഈ മുടിയേറ്റില് പ്രസിദ്ധമായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. എന്താ? കളമെഴുത്ത് അല്ലേ? മുടിയേറ്റിലെ പ്രസിദ്ധമായിട്ടുള്ള ചടങ്ങാണ് കളമെഴുത്ത് എന്നറിയപ്പെടുന്ന കളമെഴുത്ത്. PSC നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നതിൽ കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതെല്ലാം എന്നുള്ളത്. മുടിയേറ്റിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചടങ്ങാണ് കളമെഴുത്ത് എന്ന് പറയാം. ആ കളമെഴുത്തിന് ഉപയോഗിക്കുന്ന 5 നിറങ്ങളുണ്ട്. ആ 5 നിറങ്ങൾ: ഒന്ന് കറുപ്പ്, വെളുപ്പ്, ചുമപ്പ്, പച്ച, മഞ്ഞ. പഞ്ചവർണ്ണങ്ങൾ ഏതൊക്കെയെന്ന് നമ്മളോട് ചോദിക്കാം. PSC ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. താഴെ തന്നിരിക്കുന്നവയിൽ കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെ? കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്, പച്ച, മഞ്ഞ. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ കളമെഴുത്തിന് ഉപയോഗിക്കാത്ത നിറം ഏത് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓർത്ത് വെച്ചേക്കുക അല്ലേ? അപ്പൊ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം അത് മുടിയേറ്റാണ്. മുടിയേറ്റാണ്. മുടിയേറ്റ് ഏത് വർഷം നേടി? 2010 നേടി എന്നുള്ളതാണ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഇനി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം.
2 കേരളീയ കലാരൂപങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പ്രവേശിക്കാം. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതി നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. കൂടിയാട്ടം ശാസ്ത്രീയമായിട്ട് എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യശാസ്ത്രമാണോ, ഹസ്തലക്ഷണ ദീപികയാണോ, അതോ നാട്യകൽപദ്രുമമാണോ, അതോ തപതി സംവരണം ആണോ? ഏതാ? നാട്യകൽപദ്രുമമാണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. നാട്യകൽപദ്രുമമാണ് കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതി, അല്ലേ? പക്ഷെ നമ്മൾ എവിടെയോ ഹസ്തലക്ഷണ ദീപിക കേട്ടിട്ടുണ്ട്, എവിടെയോ നാട്യശാസ്ത്രം കേട്ടിട്ടുണ്ട്, അല്ലേ? നാട്യശാസ്ത്രവും ഹസ്തലക്ഷണ ദീപികയും കേട്ടിട്ടുണ്ട്. ഹസ്തലക്ഷണ ദീപിക കഥകളിയിലെ ഹസ്തലക്ഷണ ദീപിക കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന കൃതിയല്ലേ? അല്ലേ? കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക എന്ന് പറയുന്നത്. കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക. ആ ഹസ്തലക്ഷണ ദീപികയിലെ മുദ്രകളുടെ എണ്ണം 24. PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. കടത്തനാട് ഉദയവർമ്മ തമ്പുരാനാണ് ഹസ്തലക്ഷണ ദീപിക എഴുതി എന്നാണ് ചരിത്രം. കടത്തനാട് വർമ്മ തമ്പുരാൻ. കൂടുതൽ ചോദിച്ചത് ഹസ്തലക്ഷണ ദീപികയിലെ മുദ്രകളുടെ എണ്ണമാണ്. 24 മുദ്രകളുണ്ട്. കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കിയിരിക്കുന്ന കൃതിയാണ് ഹസ്തലക്ഷണ ദീപിക. കഥകളിയിലെ സാഹിത്യ രൂപം ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യ രൂപം ഏതാ? ആട്ടക്കഥയാണ്. കഥകളിയിലെ സാഹിത്യ രൂപം നമുക്കറിയാം. കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ എന്നറിയപ്പെടുന്നത്, അല്ലേ? ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ധർമ്മരാജ. അദ്ദേഹത്തിന്റെ 2 ആട്ടക്കഥകൾ നമ്മളോട് PSC ചോദിച്ചതാണ്, അല്ലേ? ഒന്ന് ബാലരാമ ഭാരതം, രാജസൂയം, അല്ലേ? 2 ആട്ടക്കഥകളാണ്. കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളി സംഗീതം ചോദിച്ചു കഴിഞ്ഞാൽ സംഗീതം ഏതാ? സോപാന സംഗീതം, അല്ലേ? കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളി സംഗീതം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് സോപാന സംഗീതമാണ്. സോപാന സംഗീതം കേരളത്തിന്റെ തനത് സംഗീതമാണ്. സോപാന സംഗീതം എന്ന് നമുക്ക് പറയാം. കേരളത്തിന്റെ തനത് സംഗീതമാണ് സോപാന സംഗീതം. ആ സോപാന സംഗീതത്തിന്റെ മറ്റൊരു പേരാണ് കൊട്ടിപ്പാടി സേവ, അല്ലേ? ക്ഷേത്രത്തിന്റെ സോപാനത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ടാണ് ഈ സംഗീതം ആലപിക്കുന്നത് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കൊട്ടിപ്പാടി സേവ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആ സോപാന സംഗീതത്തിന്റെ പിതാവാണ് ഞരളത്ത് രാമ പൊതുവാൾ. ഞരളത്ത് രാമ പൊതുവാളാണ് സോപാന സംഗീതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് ആത്മകഥ PSC ചോദിച്ചിട്ടുണ്ട്. ആത്മകഥയും സോപാനം എന്നാണ്. ഞരളത്ത് രാമ പൊതുവാളിന്റെ ആത്മകഥയാണ് സോപാനം. ആ സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം നമുക്കറിയാം. ഏതാണ്? ഇടയ്ക്ക എന്ന് പറയുന്ന വാദ്യോപകരണം സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ്. അപ്പൊ കഥകളിയിലെ സംഗീതം അത് സോപാന സംഗീതമാണ്. കഥകളി മുദ്രകൾ അടിസ്ഥാനമാക്കിയിരുന്ന കൃതി ഹസ്തലക്ഷണ ദീപിക. കഥകളിയിലെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. കഥകളി സംഗീതം സോപാന സംഗീതമാണ്. കഥകളി സംഗീതം സോപാന സംഗീതമാണ്. പിന്നെ ആ ഓപ്ഷനിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാട്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു കൃതി, അല്ലേ? നാട്യശാസ്ത്രം. നാട്യശാസ്ത്രം നമ്മൾ കൂടുതൽ ഒരുപക്ഷെ കേട്ടിട്ടുള്ളത് ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ശ്രീനിവാസനോട് പറഞ്ഞു കൊടുക്കുന്ന രംഗമായിരിക്കണം. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭരതമുനി, അല്ലേ? നാട്യശാസ്ത്രം എഴുതിയിരിക്കുന്ന ഭരതമുനിയാണ്. ഭരതമുനിയെ നമുക്ക് ഇന്ത്യൻ അവതരണ കലയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാം. ഭരതമുനിയാണ് ഇന്ത്യൻ അവതരണ കല, അല്ലേ? ഇന്ത്യൻ അവതരണ കലയുടെ പിതാവാണ് ഭരതമുനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇന്ത്യൻ അവതരണ കലയുടെ പിതാവ്. ആ ഭരതമുനിയുടെ പ്രശസ്തമായിട്ടുള്ള ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം.
ഇനിയില്ല VSc നാട്യശാസ്ത്രത്തിന്റെ പിതാവ് ചോദിച്ചാലും ആര് തന്നെയാണ്? അത് ഭരതമുനി തന്നെയാണ്. നാട്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഭരതമുനി തന്നെയാണ്. പിന്നെ ഒരു കാര്യമാണ്, ഈ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തമാണ് ഭരതനാട്യം, അല്ലേ? നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തമാണ് ഭരതനാട്യം എന്ന് പറയുന്നത്. നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തമാണ് ഭരതനാട്യം. ഭരതനാട്യം നമ്മളോട് PSc ചോദിച്ചത് ചലിക്കുന്ന കാവ്യം ഏത് എന്നുള്ളതാണ്. ചലിക്കുന്ന കാവ്യം, ചലിക്കുന്ന കാവ്യമാണ് ഭരതനാട്യം. ചലിക്കുന്ന ശില്പം, അത് ഒഡീസിയാണ്, ഒഡീസി. ചലിക്കുന്ന കഥ ചോദിച്ചു കഴിഞ്ഞാൽ അത് കഥകളിയാണ്. ചലിക്കുന്ന കഥ നമ്മുടെ കഥകളി, ഓർത്ത് വെച്ചേക്കുക. ചലിക്കുന്ന കാവ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഭരതനാട്യമാണ്. ചലിക്കുന്ന ശില്പം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഒഡീസിയാണ്. ചലിക്കുന്ന കഥ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കഥകളിയാണ്. ഇത് നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തമാണ് ഭരതനാട്യം. എന്നാൽ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തരൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്നത്. നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തരൂപങ്ങളാണ് ക്ലാസിക്കൽ ഡാൻസ്. ഒരു കാര്യം ഞാൻ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് ഇവിടെ പോകാം. ക്ലാസിക്കൽ ഡാൻസിന് കേന്ദ്ര സംഗീത നാടക അക്കാദമിയാണ് അംഗീകാരം നൽകുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ സൈറ്റിൽ നിലവിൽ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 9 എണ്ണമായി. നിലവിൽ എത്ര ക്ലാസിക്കൽ നൃത്തരൂപങ്ങളാണ് അവർ നൽകിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈറ്റിൽ 9 ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ഭരതനാട്യമുണ്ട്, മോഹിനിയാട്ടമുണ്ട്, മണിപ്പൂരിയുണ്ട്, ഒഡീസിയുണ്ട്, സാത്രിയ ഉണ്ട്, കഥക് നൽകിയിരിക്കുന്നു, കഥകളി നൽകിയിരിക്കുന്നു, കുച്ചിപ്പുടി നൽകിയിരിക്കുന്നു. പിന്നെ ഏതാ 9ാമത്തത്? ഛൗ നൽകിയിരിക്കുന്നു. ഛൗ നൃത്തരൂപം വെസ്റ്റ് ബംഗാളിന്റെ പ്രധാന നൃത്തരൂപങ്ങളിൽ ഒന്നാണ് ഛൗ നൃത്തരൂപം. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്ന പ്രധാന നൃത്തരൂപങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒന്നാണ് ഛൗ നൃത്തരൂപം. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗീകരിച്ച നിലവിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുടെ എണ്ണം നമുക്ക് ഓപ്ഷനിൽ 9 ഉണ്ടെങ്കിൽ 9 തന്നെയാണ്. ഈ 9 നൃത്തരൂപങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, കൂടിയാട്ടത്തിന്റെ ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? അത് നാട്യകൽപ്പദ്രുമമാണ്. എഴുതിയതാരാണ്? മാണി മാധവ ശാക്യരാണ്. ഓക്കെയാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ഭൈരവിക്കോലം ഏത് കലാരൂപമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PScന്റെ ഊഹം ശരിയാണെങ്കിൽ വീണ്ടും 3ാമത്തെയോ 4ാമത്തെ തവണയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഭൈരവിക്കോലം. ഓപ്ഷൻ എ മുടിയേറ്റ്, ഓപ്ഷൻ ബി തെയ്യം, ഓപ്ഷൻ സി തിറയാട്ടം, ഓപ്ഷൻ ഡി പടയണി. പടയണിയാണ് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഭൈരവിക്കോലം അല്ലേ? പടയണി എന്നറിയപ്പെടുന്ന കലാരൂപം ഒരു അനുഷ്ഠാന കലയാണ്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന ഒരു അനുഷ്ഠാന കലയാണ് നമുക്കറിയാം പടയണി എന്ന് പറയുന്നത്, അല്ലെ? പടയണി എന്നറിയപ്പെടുന്ന കലാരൂപം. പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാനത്തിന് പ്രചോദനമായിട്ടുള്ള ഒരു കലാരൂപം അത് പടയണിയാണ്. ആ കഥയെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. കുഞ്ചൻ നമ്പ്യാർ എങ്ങനെ പടയണി പ്രചോദനമായി എന്നുള്ളത്. പടയണി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ജില്ല പത്തനംതിട്ട ജില്ലയാണ് എന്ന് നമുക്കറിയാം. പടയണി പത്തനംതിട്ട. പക്ഷേ പടയണി ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടമനിട്ടയാണ്. കടമനിട്ട. പടയണി ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയാണ്. പടയണി ജില്ല ചോദിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയാണ്. പടയണി ഗ്രാമമാണ് കടമനിട്ട. പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയല്ലേ കടമനിട്ട രാമകൃഷ്ണൻ, അല്ലേ? കടമനിട്ട രാമകൃഷ്ണനാണ്. പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കടമനിട്ട രാമകൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കുന്നു, കഥകളി ഗ്രാമം. പത്തനംതിട്ട ജില്ലയിലാണ് കഥകളി ഗ്രാമം. എവിടെയാണ്? ഐരൂർ, അല്ലേ? പത്തനംതിട്ട ജില്ലയിലെ ഐരൂരാണ്
കഥകളി ഗ്രാമമായിട്ട് അറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ അയിരൂരാണ്. അപ്പോൾ ഇതിനകത്ത് പടയണി ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടമനിട്ടയാണ്. പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് കടമനിട്ട രാമകൃഷ്ണൻ എന്നറിയപ്പെടുന്നത്. കടമനിട്ട രാമകൃഷ്ണൻ. ഇപ്രാവശ്യത്തെ കടമനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദിനാണ്. 2023 പ്രഭാവർമ്മയ്ക്കും ഇപ്രാവശ്യം റഫീഖ് അഹമ്മദിന് നൽകി. നമ്മൾ ആ കറണ്ട് അഫയർ വീഡിയോയിൽ അത് പറയുന്നുണ്ട്. റഫീഖ് അഹമ്മദ്. അറിഞ്ഞിരിക്കുക, പടയണിയിലെ ഏറ്റവും വലിയ കോലമാണ് ഭൈരവി കോലം. പടയണിയിലെ ഏറ്റവും വലിയ കോലം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ഭൈരവി കോലമാണ്. പടയണിയിലെ ഏറ്റവും വലിയ കോലം ചോദിച്ചാൽ ഏതാണ്? അത് ഭൈരവി കോലമാണ്. 2 പടയണികൾ നമുക്ക് പ്രസിദ്ധം. ഒന്ന് നീലംപേരൂർ പടയണി, മറ്റൊന്ന് ആയില്യം പടയണി അല്ലേ? നീലംപേരൂർ പടയണിയും ആയില്യം പടയണിയും. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല എന്നൊരു ക്വസ്റ്റ്യൻ BSc ചോദിച്ചു. ആൻസർ ഏത് തന്നെയാണ്? ആലപ്പുഴയാണ്. ആലപ്പുഴ. ആയില്യം പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല കോട്ടയമാണ്. കോട്ടയം. രണ്ടും ഓർത്ത് വെച്ചേക്കുക. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ആലപ്പുഴയും. ആയില്യം പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് കോട്ടയം ജില്ലയാണ്. 2 പ്രധാന പടയണിയാണ് നീലംപേരൂർ പടയണിയും ആയില്യം പടയണിയും. ഒപ്പം BSc നമ്മളോട് ചോദിച്ചു പടയണിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ അല്ലേ? ചെണ്ട, കൈമണി, തപ്പ്. 3 പ്രധാന വാദ്യോപകരണങ്ങളാണ്. ചെണ്ട, കൈമണി, തപ്പ് എന്ന് പറയുന്ന 3 പ്രധാന വാദ്യോപകരണങ്ങളാണ് നമുക്ക് പടയണിയിൽ യൂസ് ചെയ്യുന്നത്. അതിൽ പടയണിയിലെ പ്രധാന വാദ്യ ഉപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തപ്പാണ്. തപ്പ്. തപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇങ്ങനെ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന വലുതാണ്. സോ എന്ന് പറയുന്ന ഒരു വാദ്യ ഉപകരണമുണ്ട് തപ്പ്. BSc മുൻകാല എക്സാമിന് ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ പടയണിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ഓപ്ഷനിൽ ചെണ്ടയും തപ്പും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെണ്ട, ഒപ്പം ഏതാണ്? തപ്പ്. പടയണിയിൽ 3 പ്രധാന വാദ്യോപകരണങ്ങളാണ് ചെണ്ട, കൈമണി, തപ്പ്. പടയണിയിലെ പ്രധാന വാദ്യോപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തപ്പ് എന്നുള്ളതാണ് പടയണിയിലെ പ്രധാന വാദ്യോപകരണം. അപ്പൊ ഏറ്റവും വലിയ കോലം നമ്മൾ പഠിച്ചായിരുന്നു ഭൈരവി കോലമാണ്. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. ആയില്യം പടയണിക്ക് പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ ജില്ല കോട്ടയമാണ്. പിന്നെ പടയണി എന്ന ആശയം മുന്നോട്ട് വെച്ചത് കടമനിട്ട രാമകൃഷ്ണനാണ്. പടയണി ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് കടമനിട്ടയാണ്. ഒപ്പം കഥകളി ഗ്രാമം കൂടി എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്യുക. അത് അയിരൂരാണ്. അത് എവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ് കഥകളി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അയിരൂർ, പത്തനംതിട്ട. അവസാനം നമ്മൾ പറഞ്ഞു പടയണിയിലെ 3 പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണ്? ചെണ്ട, കൈമണി, തപ്പ്. പടയണിയിലെ പ്രധാന വാദ്യോപകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തപ്പാണ്. തപ്പ്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നന്നായിട്ട് പഠിക്കുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക? ആ തന്നിരിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.